നമസ്കാരം. ഇന്നത്തെ ലോകം ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മൾ വിചാരിക്കുന്നത് യുദ്ധമൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ എല്ലാം തീരാറായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നതെന്നാണ്. ഗാസയിലെ വാർത്തകൾ ഇപ്പോൾ പത്രങ്ങളിലൊന്നും ആദ്യ പേജിൽ വരാറില്ല. ഉക്രൈൻ യുദ്ധം നമുക്ക് ശീലമായിട്ടുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷേ തിരശീലയ്ക്ക് പിന്നിൽ 2026 തുടക്കത്തിൽ ഭയപ്പെടുത്തുന്ന ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3 അതീവ ഗൗരവമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലൊന്ന് ഇസ്രായേലിന്റെ സീക്രട്ട് സ്പ്രിംഗ് എന്ന് പറയാം. അതായത് ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ 2026 മാർച്ചിൽ ഗാസയിൽ നടക്കാൻ പോകുന്ന ആരും അറിയാത്ത ഒരു വമ്പൻ സൈനിക നീക്കത്തെ കുറിച്ചാണ്. എന്താണ് നെതന്യാഹു ഒളിച്ചു വെച്ചിട്ടുള്ളത് അവിടെ? അടുത്തത് ഇറാന്റെ പതനത്തെ കുറിച്ച് തന്നെയാണ്. ഇസ്രായേലിനെ വെല്ലുവിളിച്ച ഇറാൻ ഇന്ന് സ്വന്തം ജനങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ ആ അവസ്ഥയിലേക്ക് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അവസ്ഥയാണ്. ഇറാനിൽ ഇപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ആഭ്യന്തര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോ ഇന്ത്യയുടെ ഇതിനിടയിൽ വെച്ചിട്ട് ഇന്ത്യയുടെ ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. അത് ഈ ട്രംപുമായിട്ടുള്ള ബന്ധം എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പൊ അതിലേക്കാണ് വരുന്നത്. ഗൾഫിലെ ഈ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പിനെ ബാധിക്കുമോ എന്നൊരു വലിയ കാര്യം കൂടിയുണ്ട്. അപ്പൊ ഈ വീഡിയോ കഴിയുമ്പോൾ ഏകദേശം ലോക രാഷ്ട്രീയത്തെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോയുടെ അവസാനം വരെ കാണുക. ആദ്യം നമുക്ക് ഇസ്രായേലിലേക്ക് തന്നെ പോകാം. നമ്മൾ പലരും കരുതിയിരിക്കുന്നത് ഗാസയിൽ ഹമാസ് തോറ്റു, യുദ്ധം തീർന്നു എന്നൊക്കെ തന്നെയാണ്. അത് തെറ്റായിട്ടുള്ള ഒരു ധാരണ തന്നെയാണ്. കാരണം ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഗാസ സിറ്റിയുടെ അടിയിലുള്ള ടണലുകളിൽ ഹമാസ് വീണ്ടും ശക്തി പ്രാപിച്ചു എന്ന് തന്നെയാണ്. എന്താണ് 2026 മാർച്ചിൽ അവരുടെ പ്ലാൻ എന്ന് നമുക്ക് നോക്കണം. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഞ്ഞുകാലം യുദ്ധത്തിന് നല്ല സമയമല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 മാസം വലിയ ആക്രമണങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നത് തന്നെ നമുക്കറിയാം. പക്ഷേ മാർച്ച് മാസം തുടങ്ങുന്നതോടെ കാലാവസ്ഥ മൊത്തത്തിൽ മാറും. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്ലാൻ ചെയ്യുന്നത് ഒരു ഓപ്പറേഷൻ ക്ലീൻ സ്വീപ്പ് തന്നെയാണ്. അതൊരു വലിയ തന്ത്രം തന്നെയാണ്. ഇതിൽ 2 കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഒന്ന്, ബസ്റ്റർ ബോംബുകളെ ഉപയോഗിക്കുക എന്നതാണ്. ബസ്റ്റർ ബോംബുകളെ അമേരിക്കയിൽ നിന്ന് പുതിയതായി എത്തിയ മണ്ണിനടിയിൽ 50 അടി താഴെ വരെ പോയി പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾ ഉപയോഗിച്ച് ബാക്കിയുള്ള ടണലുകൾ കൂടി തകർക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് ഐസൊലേഷൻ ആണ്. വടക്കൻ ഗാസയെ തെക്കൻ ഗാസയിൽ നിന്ന് പൂർണ്ണമായി വെട്ടിമുറിച്ച് ഓരോ വീടും കയറി പരിശോധന നടത്തുക എന്നതാണ് അവർ നോക്കുന്നത്. പക്ഷെ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റ് ഉള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതിന് ഇതുവരെയും പച്ചക്കൊടി കാണിച്ചിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കും? ട്രംപിന് വേണ്ടത് സമാധാനത്തിന്റെ നോബൽ സമ്മാനമോ അതോ ബിസിനസ്സോ ഒക്കെ തന്നെയാണ്. യുദ്ധം നീണ്ടുപോകുന്നത് അമേരിക്കയ്ക്ക് സാമ്പത്തിക ബാധ്യത കൂടിയാണ്. അതുകൊണ്ട് മാർച്ചിൽ യുദ്ധം തീർക്കണം, അല്ലെങ്കിൽ സഹായം നിൽക്കും എന്നുള്ള രീതിയിൽ ഒരു അന്ത്യശാസനം അമേരിക്ക ഇസ്രായേലിന് നൽകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മാർച്ച് മാസം ഗാസയിൽ ചോരപ്പുഴ ഒഴുകുന്ന ദിവസങ്ങളായിരിക്കും. അതായത് മാർച്ച് വരെ ടൈമുള്ളൂ. അതിനുള്ളിൽ പിടയ്ക്കേണ്ടതൊക്കെ പിടച്ച് തീർക്കണം. പിന്നെ ഗാസയിൽ ഹമാസ് എന്ന സംഭവം ഉണ്ടാവരുത് എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്ര കാലം യുദ്ധം ചെയ്തിട്ടും തീരാത്ത എന്ത് പ്രശ്നമാണ് ഇനി മാർച്ചിൽ തീരാൻ പോകുന്നതെന്ന്. അവിടെയാണ് ഇറാന്റെ റോള് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. അപ്പൊ നമുക്ക് ഇറാനിലേക്ക് വരാം. ഇതാണ് കഥയിലെ പ്രധാനപ്പെട്ട യഥാർത്ഥ വില്ലൻ എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ അവരാണ് ശരിക്കും ഇറാൻ എന്ന് നമുക്ക് പറയാം. ഇറാൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് മിസൈലുകളും ഡ്രോണുകളും അമേരിക്കയെ വെല്ലുവിളിക്കുന്ന ഒരു ഭരണകൂടത്തെയും ഒക്കെയാണ്. പക്ഷേ ഇന്നത്തെ ഇറാൻ ആ ഒരു അവസ്ഥയിലല്ല. സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലേക്ക് ഇറാൻ മാറിയിട്ടുണ്ട്. 2026 ഇറാന്റെ കറൻസിയായ റിയാലിന്റെ വില വളരെയധികം താഴ്ന്നിട്ടുണ്ടായിരുന്നു. $1 കിട്ടാനായിട്ട് 7 ലക്ഷം റിയാൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെത്തിയെന്ന് പറയാം. അതായത് നമ്മുടെ നാട്ടിൽ 1 കിലോ അരിക്ക് 5000 ആകുന്നൊരു അവസ്ഥയിലേക്ക് അവരെ രാജ്യം കൂപ്പ് കുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ കയ്യിലാണെങ്കിൽ 10 പൈസ എടുക്കാനില്ല. കടകളിൽ നോക്കുകയാണെങ്കിൽ വാങ്ങാൻ പോയാലും സാധനങ്ങളൊന്നും കിട്ടാനുമില്ല. അവിടെ സാധനങ്ങളൊന്നുമില്ല.
എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്? പ്രധാനമായിട്ടും ഇതിന് 3 കാരണങ്ങളാണുള്ളത്. അമേരിക്കയുടെ ഉപരോധം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് വന്ന ഉടനെ ഇറാന്റെ എണ്ണ കയറ്റുമതി പൂട്ടിക്കെട്ടുകയും പണം വരുന്ന വഴികളൊക്കെ അടയ്ക്കുകയും ചെയ്തു. ഒപ്പം യുദ്ധ ചെലവുകള് കൂടുകയും ചെയ്തു. സ്വന്തം ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോഴും ഇറാൻ കോടിക്കണക്കിന് ഡോളറാണ് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കും കൊടുത്തുകൊണ്ടിരുന്നത്. അത് വലിയൊരു പ്രശ്നമായിരുന്നു. മാത്രമല്ല അഴിമതിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഭരണകൂടത്തിനുള്ളിലെ അഴിമതി വലിയ രീതിയിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കി. ഇപ്പോൾ ഇറാനിലെ തെരുവുകളിൽ നടക്കുന്നത് ഒരു സാധാരണ പ്രക്ഷോഭമല്ല, ഇതൊരു അതിജീവനത്തിന്റെ പോരാട്ടമായിട്ട് മാറിക്കഴിഞ്ഞു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഞങ്ങളുടെ പണം ഗാസയ്ക്കോ മറ്റുള്ളവർക്കോ കൊടുക്കാനുള്ളതല്ല, ഇവിടുത്തെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ആഹാരത്തിനുള്ളത് കൂടിയാണ്, അല്ലെങ്കിൽ അതിന് മാത്രമുള്ളതാണെന്ന് അവിടുത്തെ ജനത പറഞ്ഞു തുടങ്ങി. ഇത് ഇറാനെ ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് ഫണ്ട് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ലോട്ടറി തന്നെയാണ്. ശത്രുവിന്റെ വീട്ടിൽ തീ പിടിക്കുമ്പോൾ അവൻ നമ്മളെ ആക്രമിക്കാൻ വരില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ തളർന്നു കഴിഞ്ഞാൽ ഹമാസിനുള്ള സപ്ലൈ ലൈൻ ശരിക്കും പറഞ്ഞാൽ മുറിഞ്ഞു പോവും. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗാസയിൽ ഇസ്രായേലിന് കാര്യങ്ങൾ വളരെ ഈസി ആവും. ഇനി നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ ഇത് എങ്ങനെയായിരിക്കും ബാധിക്കുക എന്നുള്ളതാണ്. ഈ 2 പ്രശ്നങ്ങളും ഇന്ത്യയെ ബാധിക്കുന്നത് ഏത് തരത്തിലായിരിക്കും എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടത് ഓയിൽ ഡിപ്ലോമസി തന്നെയാണ്. ഇറാൻ പ്രശ്നത്തിലായി കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലെ അസ്ഥിരത അത് പ്രധാനപ്പെട്ടതായിട്ട് നന്നായിട്ട് കയറി വരാൻ സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ വരുന്നത് തടസ്സപ്പെടാനായിട്ടുള്ള സാധ്യത വരും. ഇതൊക്കെ ഇന്ത്യയിലെ പെട്രോൾ വില കൂട്ടാനായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് മുന്നിൽ കണ്ടാണ് മോദി സർക്കാർ റഷ്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിയത്. അമേരിക്ക എതിർത്തിട്ട് പോലും റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇതൊന്നും പലർക്കും അറിയുന്നില്ല. എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് എതിർക്കുന്നു? എത്ര ബായി എന്ന് പറഞ്ഞാലും രാജ്യത്തിന്റെ പ്രശ്നം വന്നാൽ പെറ്റമ്മയും പിറന്ന നാടും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തെന്നും പറയുന്ന ശ്രീമാൻ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യം തന്നെയാണ്. കൺട്രി ഫസ്റ്റ് ആണ്, ഇന്ത്യ ഫസ്റ്റ് ആണ്, ഭാരതം തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ബാക്കി എല്ലാത്തിനെയും ട്രംപ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ എന്ത് വന്നാലും നമ്മുടെ സേഫ്റ്റി കഴിഞ്ഞിട്ട് എന്തിനും പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ നമ്മുടെ പ്രധാനമന്ത്രി. അതുകൊണ്ട് എണ്ണ സപ്ലൈയിൽ ഒരു വലിയൊരു ബലം നമുക്ക് ഉണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ്. ഇറാനൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാലും നമുക്ക് ഒരു തരത്തിലും ക്ഷാമം വരരുത്. അതിന് വേറെ വഴികൾ നമുക്ക് തുറക്കണം. ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് നരേന്ദ്രമോദി വെറുതെ അല്ല എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. IMEC വേഴ്സസ് INSTC എന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ത്യയിൽ നിന്ന് ഗൾഫ് വഴി യൂറോപ്പിലേക്ക് ഒരു പുതിയ പാത വരുന്നുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. IMEC കോറിഡോർ എന്നൊക്കെ അതിനെ പറയാറുണ്ട്. ഇസ്രായേലിലെ യുദ്ധം കാരണം ഇത് പാതി വഴിയിൽ നിൽക്കുകയാണ്. എന്നാൽ ഇറാൻ വഴിയുള്ള മറ്റൊരു പാത, അതായത് INSTC, ഇപ്പോൾ ഇറാന്റെ പ്രശ്നങ്ങൾ കാരണം അതും പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ വ്യാപാര സ്വപ്നങ്ങൾക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിട്ട് നിൽക്കുകയാണ്. മൂന്നാമത്തേത് പ്രവാസികളെ കുറിച്ചാണ്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധം മുറുകിക്കഴിഞ്ഞാൽ അവിടെയുള്ള നമ്മുടെ ലക്ഷക്കണക്കിന് മലയാളികളുടെ സുരക്ഷ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം 24 മണിക്കൂറും സിറ്റുവേഷൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, എപ്പോഴാണ് സംഭവിക്കുക, അതിനുള്ള ഒരു മറുമരുന്ന് കൂടി നമ്മൾ കരുതേണ്ടതുണ്ട്. മോദിയുടെ തന്ത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്ട്രാറ്റജിക് സൈലൻസ് എന്ന് തന്നെ പറയാം നമുക്ക്. ആരുടെയും ഭക്ഷണം പിടിക്കാതെ എല്ലാവരുമായിട്ട് കച്ചവടം നടത്തി ഇസ്രായേലിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുകയും ഇറാനിൽ നിന്ന് ചഹബാർ പോർട്ട് നോക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അറബ് രാജ്യങ്ങളുമായിട്ട് സൗഹൃദം എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. 2026 ഇന്ത്യ കളിക്കാൻ പോകുന്നത് ഈ ഒരു ബാലൻസിങ് ഗെയിം തന്നെയായിരിക്കും. കാരണം എങ്ങനെ വന്നാലും ഏത് തരത്തിൽ പ്രശ്നം വന്നാലും നമുക്ക് സേഫ് സോൺ പിടിക്കണം. അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 2026 ഒരു പ്രവചനം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ വർഷം പകുതിയോടെ ഇറാനിൽ ഒരു ഭരണ മാറ്റത്തിനോ അല്ലെങ്കിൽ വലിയൊരു ആഭ്യന്തര കലാപത്തിനോ സാധ്യതയുള്ളൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം തന്നെ മൊത്തത്തിലായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ കൂടുതൽ ശക്തരാകാനും ഈ ഒരു സമയത്ത് വലിയ ചാൻസുകളാണ് കാണുന്നത്. പക്ഷെ ഇതിനെല്ലാം വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ മനുഷ്യരാണെന്ന കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിപ്പോൾ ഗാസയിലായാലും ഇറാനിലായാലും അങ്ങനെ ഒരു പ്രതിസന്ധി കൂടി ഇവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്.
അത് നമ്മൾ നോക്കണം. പിന്നെ ഇതേക്കുറിച്ച് നിങ്ങൾക്ക് പലതും പറയാനുണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ടാവും, അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഇറാനിലെ ഈ പ്രക്ഷോഭം ലോകത്തിന് ശരിക്കും നല്ലതാണോ എന്നത് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതൊക്കെ നിങ്ങൾ പറയുക. അതോ ഈ കാര്യങ്ങൾ എന്ത് മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ വരുത്താൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾ പറയേണ്ടതുണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയേണ്ടതുണ്ട്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെയുള്ള ബെൽ ബട്ടൺ കൂടി എനബിൾ ചെയ്യുക. ഒപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പെട്രോളിന്റെ റേറ്റ് ചിലപ്പോൾ 120-130 എത്താനൊക്കെ ചാൻസസ് ഉണ്ട്. അതിനെങ്ങനെയായിരിക്കും നരേന്ദ്രമോദി തന്ത്രങ്ങളിലൂടെ കുറച്ചു കൊണ്ടുവരിക എന്നതൊക്കെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. ഇവിടെ ഒരു പ്രവചനം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. വലിയ പ്രവചനം പറഞ്ഞിരുന്ന, എല്ലാ വർഷവും വർഷത്തിന്റെ തുടക്കത്തിൽ പ്രവചിക്കുന്ന, പണ്ടേ എല്ലാ വർഷത്തെയും പറയുന്നു എന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അവരുടെ പ്രവചനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ യുദ്ധങ്ങൾക്ക് സാധ്യതയുള്ള വർഷമാണ് 2026. ഒരുപാട് കലാപങ്ങൾ, വലിയ വലിയ യുദ്ധങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത് അവരുടെയൊക്കെ പ്രവചനങ്ങൾ. അപ്പോ അതിനൊക്കെയുള്ള സാധ്യതയാണ് ഇവിടെ വരുന്നത്. മാർച്ച് മാസം അവസാനത്തോടെ ഇസ്രായേൽ പൂർണ്ണമായിട്ട് ഹമാസിനെ ഇല്ലാതാക്കുന്നതോടുകൂടി വലിയ വലിയ മാറ്റങ്ങൾ അവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇറാൻ അവിടെ തകർന്നടിയുമ്പോൾ ഈ പെട്രോൾ വിഷയത്തിൽ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ഇസ്രായേൽ നന്നാവുന്നത് നമുക്ക് നല്ലത് തന്നെയാണ്, പക്ഷെ വേറെ പല പ്രതിസന്ധികളും ഇതുമൂലം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ അമേരിക്ക എന്ത് കളിയാണ് ഇത് വെച്ച് കളിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല വെള്ളയും ഇട്ട് ചിരിച്ച മുഖത്തോടു കൂടി ഒരു കസേരയിൽ ഇരിക്കാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് വാങ്ങേണ്ടത്, അതായത് നേരത്തിന് വിളിക്കുമ്പോൾ ഉണ്ണാനായിട്ട് വരുന്ന ഉണ്ണിയായിട്ട് നമ്മുടെ ട്രംപിന് നിൽക്കേണ്ടി വരും. കാരണം ഒരു നോബൽ സമ്മാനം പുള്ളിക്കാരന് ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വാങ്ങണം സമാധാനത്തിനുള്ളത്. അപ്പൊ അതിനു മുമ്പ് യുദ്ധങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് ആ പരിപാടിയൊക്കെ നിർത്തിയിട്ട് വേണം ആൾക്ക് പോകാനായിട്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് അവിടെ മുറുകുന്നത്. ഇവിടെ നമുക്ക് അമേരിക്കനെ പിടിച്ചു കെട്ടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് റഷ്യയുമായിട്ടുള്ള ഈ ബന്ധം തന്നെയാണ്. അപ്പൊ മാക്സിമം റഷ്യയുടെ ഒപ്പം നിന്ന് എങ്ങനെയൊക്കെ പരിപാടി ഒപ്പിക്കാൻ പറ്റുമോ അതിനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുണ്ട് നമ്മുടെ നരേന്ദ്രമോദി. അതുകൊണ്ട് ഊർജത്തിൽ ഒരിക്കലും ഒരു തടസ്സം വരില്ല എന്ന് റഷ്യ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അത് നല്ലൊരു അച്ഛന് പിറന്നൊരു ഉണ്ണിയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് റഷ്യയെ കാണാം. അപ്പോൾ ഒരു തരത്തിലും അദ്ദേഹം നമ്മളെ ചതിക്കില്ല. ചതി എന്ന് പറയുന്നത് അറിയാത്തൊരു മനുഷ്യനാണ് റഷ്യ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു വട്ടം കൂടി ഞാൻ ചോദിക്കുകയാണ്, അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ.